മതപരിവർത്തനം ആരോപിച്ചുള്ള ക്രിസ്ത്യാനികളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഓർത്തഡോക്സ് സഭ. RSSന്റെ പോഷക സംഘടനകളായ ബജ്രംഗ് ദളും VHPയുമാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ. ആദ്യം കന്യാസ്ത്രീകളായിരുന്നു, ഇപ്പോൾ വൈദികരായി. പള്ളിക്ക് പുറത്തുള്ള ആക്രമണം അവസാനിപ്പിച്ചതിന് ശേഷം അവർ പള്ളിക്കുള്ളിൽ കയറും. പള്ളിക്കുള്ളിലെ ആക്രമണവും നമ്മൾ കരുതിയിരിക്കണം. ആക്രമണം നടത്തുന്ന ഈ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ നിശബ്ദമായ പിന്തുണ നൽകുകയാണ് ഭരണത്തിലിരിക്കുന്നവർ ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾക്ക് രക്തസാക്ഷികളാകാൻ മടിയില്ലെന്നും ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തന്നെ ദൈവം നൽകുന്നതാണ്, അല്ലെങ്കിൽ ഈ ഭരണഘടന നൽകുന്നതാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ ഏതാനും ചില തീവ്രവാദികൾക്കോ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കോ അവകാശമില്ല. അത് നിയന്ത്രിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നതായ ഭരണാധിപന്മാരാണ്. അവരതിനെതിരെ ശബ്ദമുയർത്താതെ ഇത് അവരുടെ പദ്ധതിയുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന RSSന്റെ ഒരു വലിയ ആപ്തവാക്യമുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല, അത് നടക്കത്തുമില്ല.